ഇന്ന് ചപ്പാത്തി, ചോറ്, പൊറോട്ട എന്തെങ്കിലും കഴിക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരു നോർത്ത് ഇന്ത്യൻ ഡാൽ ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനേക്ക് ഒരു പാൻ വെച്ചിട്ട് ലേശം എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് ചെറിയ ജീരകം, പിന്നെ ഉണക്കമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കിയിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു വെല്ലുള്ളി എല്ലാം ഇട്ടിട്ട് ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഒരു തക്കാളി, ഒരു പകുതി തക്കാളി എടുത്തിട്ടുള്ളൂ കേട്ടോ. തക്കാളി കൂടുതലൊന്നും ഇടാൻ പറ്റില്ല, അതിൽ പൊളിച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റ് പോകും. പിന്നെ അത് ഒന്ന് തക്കാളി വെന്തതിൻ്റെ ശേഷം പിന്നെ പൊടികൾ അതിലേക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ ഗരം മസാല. ഈ 3 പൊടികൾ മാത്രമേ ചേർക്കണ്ടുള്ളൂ. പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി പരിപ്പ് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് എടുത്ത പരിപ്പ് എന്ന് പറഞ്ഞാൽ മൂങ് ഡാൾ, ചന ഡാൾ, അതായത് നമ്മുടെ നാട്ടിൽ പറയുന്ന പായസപ്പരിപ്പും പിന്നെ വടപ്പരിപ്പും, ഈ 2 പരിപ്പുകളാണ്. ഇത് രണ്ടും പകുതിയാണ് എടുക്കേണ്ടത്. അത് കുക്കറിൽ ജസ്റ്റ് വേവിച്ചെടുക്കുക, വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് രണ്ടും പാടൊന്ന് ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി വിടുക. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കുക. എന്നിട്ട് അതൊന്ന് പാത്രത്തിന് മൂടി വെച്ചിട്ട് ഈ നേരത്തെ ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് ഇട്ടാൽ മതി. പിന്നെ പാത്രത്തിന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. വേവിക്കൽ രണ്ടും പാടെ ഒന്ന് ബ്ലെൻഡ് ആവുന്ന രീതിയിലേക്ക് ആക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ 2 സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഇതിൽ ഇറക്കി വെക്കുമ്പോൾ ഒരു ടീസ്പൂണ് നെയ്യ് ചേർക്കണം. സ്പൂൺ നെയ്യ്, പിന്നെ അതുമാതിരി കസൂരി മേത്തി, അതായത് ഉലുവട അല്ല, ഇത് അധികം വില ഒന്നുമില്ല, 2 റിയാലുള്ളൂ. ഇത് മെയിനാണ് നോർത്ത് ഇന്ത്യൻ കറികളിൽ. ഈ സാധനം പൊടിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.